ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പിസ്സ ബാൾ. പിസ്സ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. പക്ഷെ പിസ്സ ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം അതിൻ്റെ ബേസൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഇതുപോലെ പിസ്സ ബാൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പിസ്സ ബാൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. എന്നാലോ പിസ്സയേക്കാൾ കൂടുതൽ ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ആദ്യം തന്നെ പിസ്സ സോസ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ 1/2 കപ്പ് ടൊമാറ്റോ സോസ് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ടൊമാറ്റോ സോസ് കൊണ്ടാണ് കേട്ടോ നമ്മൾ പിസ്സ സോസ് ഉണ്ടാക്കുന്നത് എളുപ്പത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ 1 ടീസ്പൂൺ വറ്റൽമുളക് ചതച്ചത് ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്, നല്ലൊരു കളറിനും എരിവിനും വേണ്ടിയിട്ട്. പിന്നെ 1 ടീസ്പൂൺ ഒറിഗാനോ ആണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ബേസിലും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒറിഗാനും ബേസിലൊക്കെ നമ്മൾ പിസ്സ സോസിൽ മസ്റ്റായിട്ട് ചേർക്കണം കേട്ടോ, എന്നാലാണ് പിസ്സയുടെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ ഒറിഗാനും ബേസിലും ഒക്കെ. ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും, വലിയ വിലയൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ പിസ്സ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് പിസ്സ സോസാണ്. അപ്പോൾ നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് പിസ്സ ബോൾ ഉണ്ടാക്കാൻ വേണ്ടത് ചിക്കനാണ്. അപ്പോൾ ഞാനിവിടെ 500 ഗ്രാം ചിക്കന് ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് പിച്ചെടുത്തതാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ കുറേ സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് 500 ഗ്രാം ചിക്കനൊക്കെ എടുത്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 200-250 ഗ്രാമൊക്കെ മതി. പിന്നെ ഇതിലേക്ക് ഒരു കുഞ്ഞു ക്യാപ്സിക്കത്തിൻ്റെ പകുതി കട്ട് ചെയ്തതാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു കുഞ്ഞു സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. പിന്നെ ഒരു ചെറിയ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. അപ്പോൾ തക്കാളിയുടെ ഉള്ളിലുള്ള സീഡ്സൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. പിന്നെ 3 ചെറിയ പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞതാണ് ഇട്ടുകൊടുക്കുന്നത്. പിന്നെ പിസ്സ ബോളും പിസ്സയൊക്കെ ഉണ്ടാക്കാൻ മെയിനായിട്ട് വേണ്ടത് മൊസറല്ല ചീസാണല്ലോ. അപ്പോൾ ഞാൻ 200 ഗ്രാം മൊസറല്ല ചീസ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ അതിലേക്ക് ചേർക്കുന്നത്. പിന്നെ കുറച്ച് കൂടുതൽ സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഞാൻ, അതുകൊണ്ടാണ് 200 ഗ്രാം ചീസൊക്കെ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് പിസ്സ സോസാണ്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പിസ്സ സോസ് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പിസ്സ ബോളിലുള്ള ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ബ്രെഡാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വലിയ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. വലിയ ബ്രെഡ് തന്നെ വേണമെന്നില്ല. അപ്പോൾ ബ്രെഡിൻ്റെ അരികുവശമൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ചെറിയ ബ്രെഡാണെങ്കിൽ നമുക്കിതുപോലെ ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്, അതായത് ബ്രെഡിൻ്റെ അരികുവശം കട്ട് ചെയ്ത് മാറ്റിയില്ലേ, അതൊന്ന് പൊടിച്ചെടുത്തതാണിത്. ഇനി ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബ്രെഡ് ഇതിലൊന്ന് മുക്കുക. എന്നിട്ട് കൈ കൊണ്ടൊന്ന് പിഴിഞ്ഞ് കളയണം കേട്ടോ. നമുക്ക് ഫില്ലിങ്സ് ഇതിൽ വെച്ചിട്ട് കവർ ചെയ്യാൻ പാകത്തിനാണ് നമ്മൾ ബ്രെഡ് ഒന്ന് നനച്ചെടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഫില്ലിങ്സ് ബ്രെഡിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ വലിയ ബ്രെഡാണെങ്കിൽ അതിനനുസരിച്ച് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക, ചെറുതാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ നല്ല പോലെ ഒന്ന് കവർ ചെയ്തിട്ട് ഒരു ബോളിൻ്റെ ഷേപ്പിലാക്കി എടുത്താൽ മതി. ഇപ്പോൾ കണ്ടോ, ഞാൻ നല്ല പോലെ ഒരു ബോളിൻ്റെ ഷേപ്പിൽ ഇതാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ബ്രെഡ് നനച്ചതിന് ശേഷമാണല്ലോ നമ്മൾ ഫില്ലിങ്സ് വെച്ച് കവർ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നല്ലൊരു ഷേപ്പിൽ കവർ ചെയ്യാൻ പറ്റൂ കേട്ടോ. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബോള് ബ്രെഡ് പൊടിച്ചതിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബ്രെഡ് പൊടിച്ചതിൽ കോട്ട് ചെയ്തെടുക്കുമ്പോൾ ഒന്നും കൂടി ഉരുട്ടിയെടുത്താൽ നല്ലൊരു ഷേപ്പ് കിട്ടും. അപ്പോൾ നമ്മുടെ ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓയിൽ ഇവിടെ തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പിസ്സ ബോൾ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഫ്രൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് പുറമേ മാത്രം ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. ഫില്ലിങ്സും അതുപോലെ ബ്രെഡൊന്നും അധികം കുക്കാവാനില്ലല്ലോ. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ഇതെന്താണെങ്കിലും ഇവിടെ നല്ല പോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റിലുള്ള പിസ്സ ബാൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പിസ്സയേക്കാൾ ടേസ്റ്റാണ് കേട്ടോ ഇതിന്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. പിന്നെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്